സംവിധായകൻ പ്രിയദർശനും നടി ലിസിയും വീണ്ടും ഒരുമിച്ചു. മലയാള സിനിമയിലെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകെട്ടുകളിൽ ഒന്നായിരുന്ന സംവിധായകൻ പ്രിയദർശനും നടി ലിസിയും വീണ്ടും ഒരുമിച്ചെന്ന വാർത്തകളാണ് ഇപ്പോൾ വലിയ ചർച്ചയാകുന്നത്. 1990 വിവാഹിതരായ ഇരുവരും ഏകദേശം 25 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിന് ശേഷം 2016 വേർപിരിഞ്ഞത്. എന്നാൽ ഇരുവരും വീണ്ടും ഒന്നിച്ചു എന്നാണ് സൂചന. സംവിധായകൻ പ്രിയദർശൻ തന്നെയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. മിഡ് ഡേ പത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് പ്രിയദർശൻ ഇക്കാര്യം തുറന്നു പറഞ്ഞിരിക്കുന്നത്. തങ്ങൾ വിവാഹിതരല്ലെന്നും പക്ഷേ കുടുംബം പോലെയാണ് കഴിയുന്നതുമാണ് ഒരു സ്വകാര്യ മാധ്യമത്തിന് പ്രിയദർശൻ നൽകിയ പ്രതികരണം. വിവാഹം എന്നത് കേവലം ഒരു രേഖ മാത്രമാണെന്നും സൗഹൃദത്തിനും പരസ്പര സ്നേഹത്തിനുമാണ് തങ്ങളിപ്പോൾ മുൻഗണന നൽകുന്നതെന്നുമാണ് പ്രിയദർശന്റെ മറുപടി സൂചിപ്പിക്കുന്നത്. മക്കളായ കല്യാണി പ്രിയദർശനും സിദ്ധാർത്ഥനുമാണ് മാതാപിതാക്കളെ വീണ്ടും ഒന്നിപ്പിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചത്. 6 മാസം മുമ്പ് തന്നെ ഇരുവരും ഒന്നിച്ചു ജീവിക്കാനുള്ള തീരുമാനം എടുത്തിരുന്നതായാണ് വിവരം. ഈ വർഷം ജനുവരിയിൽ സംവിധായകൻ സിബി മലയിലിന്റെ മകന്റെ വിവാഹത്തിന് പ്രിയദർശനും ലിസിയും ഒന്നിച്ചെത്തിയത് മുതൽ ഇരുവരും വീണ്ടും ഒന്നിക്കുന്നുവെന്ന അഭ്യൂഹങ്ങൾ പ്രചരിക്കാൻ തുടങ്ങിയിരുന്നു. കൈകോർത്ത് പിടിച്ചാണ് രണ്ടുപേരും വിവാഹവേദിയിലേക്ക് കയറിയത്. ഇതിനു പിന്നാലെ മമ്മൂട്ടിക്കൊപ്പം നിൽക്കുന്ന ഇരുവരുടെയും ചിത്രം പുറത്തു വന്നതോടെ അഭ്യൂഹങ്ങൾ ശക്തിപ്പെട്ടു. പ്രിയനും ലിസിയും തമ്മിലുള്ള വഴക്കിന്റെയും വൈരാഗ്യത്തിന്റെയും മഞ്ഞുരുകിയതായും നിലവിൽ ഇരുവരും നല്ല സൗഹൃദത്തോടെയും പരസ്പര ബഹുമാനത്തോടെയുമാണ് ജീവിക്കുന്നതെന്നും ആലപ്പി അഷ്റഫ് തന്റെ യൂട്യൂബ് ചാനലിലൂടെ വെളിപ്പെടുത്തിയിരുന്നു. പ്രിയദർശൻ സിനിമകളിലെ സ്ഥിരം നായികയായിരുന്നു ലിസി. നല്ല സുഹൃത്തുക്കളായിരുന്ന ഇരുവരും പിന്നീട് പ്രണയത്തിലാവുകയായിരുന്നു. 25 വർഷത്തെ വിവാഹ ജീവിതത്തിന് ശേഷമാണ് ഇരുവരും ബന്ധം വേർപ്പെടുത്തിയത്. 2015 പിരിയാൻ തീരുമാനിച്ച വിവരം ഇരുവരും പ്രഖ്യാപിച്ചത്. അത് അടുത്ത സുഹൃത്തുക്കളെ പോലും ഞെട്ടിച്ചു. എന്തുകൊണ്ട് പിരിയുന്നു എന്ന് പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, പിരിയുന്നതിലെ വേദനയും ഇരുവരും പങ്കുവച്ചിരുന്നു. ആത്മസുഹൃത്തുക്കളായ സുരേഷ് കുമാറും മോഹൻലാലും അടക്കം പലരും പലതവണ ഇടപെട്ടിട്ടും അവരുടെ തീരുമാനം മാറ്റാനായിരുന്നില്ല. സംയുക്ത ഹർജി 2016 കോടതി തീർപ്പാക്കി നിയമപ്രകാരം വിവാഹമോചനം അനുവദിക്കുകയായിരുന്നു.